ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഓരോ ആപ്ലിക്കേഷനിലും എളുപ്പമാർഗ്ഗത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പല ആളുകളും ഇതൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗൂഗിൾ പേ, ഫോൺ പേ സംബന്ധമായിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായമായിരുന്നു ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത്. ഗൂഗിൾ പേ, ഫോൺ പേ മാത്രമല്ല എല്ലാ ആപ്ലിക്കേഷനിലും ഇതുപോലെ നമുക്ക് എളുപ്പമാർഗ്ഗത്തിന് പല കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും യൂട്യൂബ് കാണുന്നവരാണ്. യൂട്യൂബിൽ ചില ആളുകൾ ഷോർട്സ് മാത്രം കാണും. അതിനായിട്ട് യൂട്യൂബ് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂട്യൂബിൽ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ തന്നെ ഷോർട്സ്, സെർച്ച്, സബ്സ്ക്രിപ്ഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഷോർട്സ് എന്ന ഭാഗം ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ഈ ഷോർട്സിൻ്റെ മാത്രം ഐക്കൺ ഇതുപോലെ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. ഇനി യൂട്യൂബ് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ഷോർട്സ് കാണാം. ദാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഷോർട്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ യൂട്യൂബ് തുറക്കാതെ ഷോർട്സ് മാത്രം കാണുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാനും സാധിക്കും. ഇതുപോലെ എല്ലാ ആപ്ലിക്കേഷനിലും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ഇവിടെ ലോങ് പ്രസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തി ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ നമുക്ക് വാട്സാപ്പ് തുറക്കാതെ തന്നെ ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം. അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അദ്ദേഹത്തെ വാട്സാപ്പ് തുറക്കാതെ തന്നെ എനിക്ക് ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും സാധിക്കും. ജസ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അദ്ദേഹമായിട്ട് എനിക്ക് ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് വാട്സപ്പ് തുറക്കാതെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇനി വാട്സപ്പിൻ്റെ ക്യാമറ മാത്രം മതിയെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ക്യാമറയുടെ ഐക്കൺ, വാട്സപ്പ് തുറക്കാതെ തന്നെ ക്യാമറയുടെ ഐക്കൺ മാത്രം നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. യഥേഷ്ടം നമുക്ക് വാട്സാപ്പിലെ ക്യാമറ ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ ഒക്കെ നമുക്ക് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് യഥേഷ്ടം നമുക്ക് ഓപ്പൺ ചെയ്ത് വാട്സാപ്പ് തുറക്കാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അതുകൂടാതെ നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന ഈ ഒരു ആപ്പ് ഉണ്ടല്ലോ, ഈ ഫോണിൻ്റെ ചിത്രമുള്ള ഈ ഒരു ആപ്പ്, ഫോൺ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിസ് കോൾ കാണാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മിസ് കോളിൻ്റെ ഭാഗം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സെർച്ച്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിസ് കോൾ വന്നിട്ടുള്ള എല്ലാ നമ്പറുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോൺ പേയിലും ഗൂഗിൾ പേയിലും ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയാണ്. ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് QR കോഡ് മാത്രമാണ് വേണ്ടതെങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഇതുപോലെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാം. ഗൂഗിൾ പേ തുറക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുക്കുക. അത് കണ്ടോ, ക്യാമറ ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ പേ തുറക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാ UPI ആപ്പിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം ഫോൺ പേയിൽ ലോങ് പ്രസ് ചെയ്യാണ്. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫോൺ പേ ഓപ്പൺ ചെയ്യാതെ ഇവിടെ മാത്രം പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ആ ഒരു ക്യാമറ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഫോൺ പേയിൽ ഞാൻ ലോങ് പ്രസ് ചെയ്യാണ്. ഇവിടെ പല കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാം. സെൻഡ് മണി, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഗൂഗിൾ പേയിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പിലും ഇതുപോലെ ഷോർട്ട് കട്ട് നമുക്ക് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് വേണ്ട എങ്കിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ റിമൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. അതങ്ങ് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം നിങ്ങൾ ഇതുപോലെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനും അത് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടിലൂടെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് വളരെ അനായാസം ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.